ജില്ലകളിൽ NIA റെയ്ഡ്. എറണാകുളം, പാലക്കാട്, തൃശൂർ ജില്ലകളിലാണ് റെയ്ഡ് നടക്കുന്നത്. പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട കേസിലും BJP നേതാവ് ശ്രീനിവാസന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസിലാണ് റെയ്ഡ്. നിരോധിച്ച സംഘടന ഒളിഞ്ഞും മറിഞ്ഞും കേരളത്തിൽ തുടരുന്നു. പൂട്ടാൻ തയ്യാറായി NIA രംഗത്തിറങ്ങിയിരിക്കുകയാണ്. കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് 6 പേരെ അറസ്റ്റ് ചെയ്യാനുള്ളതായി NIA വ്യക്തമാക്കിയിരുന്നു. ചാവക്കാട്, ആലപ്പുഴ തുടങ്ങിയ പ്രദേശങ്ങളാണ് പ്രതികൾക്കായി തിരച്ചിൽ നടത്തുന്നത്. സംഘടന നിരോധിച്ചെങ്കിലും അതിന്റെ ആശയം കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. രഹസ്യമായി പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന വ്യാപകമായി NIA റെയ്ഡ് നടത്തുന്നത്. കൈവെട്ട് കേസുമായി തുടരന്വേഷണം വേണമെന്ന് NIA ആവശ്യപ്പെട്ടിരുന്നു. PFIക്ക് പങ്കുണ്ടെന്നായിരുന്നു NIA റിപ്പോർട്ട്. 1-ാം പ്രതി സവാദിനെ ഒളിവിൽ കഴിയാൻ സഹായിച്ച ആളുകൾക്ക് പോപ്പുലർ ഫ്രണ്ട് ബന്ധമുണ്ടെന്നാണ് NIA റിപ്പോർട്ടിൽ പറയുന്നത്. അതേസമയം കഴിഞ്ഞ മാസം ഇന്ത്യയുടെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും ഏറ്റവും വലിയ ഭീഷണിയാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് NIA റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. ഇന്ത്യയുടെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും ഏറ്റവും വലിയ ഭീഷണിയാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്കെതിരെ ശക്തമായ തെളിവുകളുണ്ടെന്ന് NIAയുടെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ രാഹുൽ ത്യാഗി കോടതിയെ അറിയിച്ചിരുന്നു. ഇന്ത്യ പാകിസ്ഥാനുമായി യുദ്ധത്തിനിറങ്ങിയാൽ ശ്രദ്ധ വടക്കൻ പ്രദേശങ്ങളിലായിരിക്കുമെന്നും ആ സമയത്ത് തെക്ക് നിന്ന് ആക്രമിച്ച് ദക്ഷിണേന്ത്യ പിടിച്ചെടുക്കാമെന്ന് PFI ക്ലാസുകളിൽ പഠിപ്പിച്ചതായിരുന്നുവെന്ന് ഒരു സംരക്ഷിത സാക്ഷി മൊഴി നൽകിയിട്ടുണ്ടെന്നും NIAയുടെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ കോടതിയെ അറിയിച്ചിരുന്നു. അതേസമയം 2007-ലാണ് PFI രൂപീകരിക്കുന്നത്. ദക്ഷിണേന്ത്യയിലെ 3 മുസ്ലിം സംഘടനകൾ കൂടിച്ചേർന്നായിരുന്നു ദേശീയ തലത്തിൽ PFI എന്ന സംഘടനയുടെ രൂപീകരണം. നാഷണൽ ഡെമോക്രാറ്റിക് ഫ്രണ്ട് ഇൻ കേരള, കർണാടക ഫോറം ഫോർ ഡിഗ്നിറ്റി, തമിഴ്നാട്ടിലെ വനിതാ നീതി പാസ്ര എന്നീ സംഘടനകൾ ചേർന്നാണ് PFIയുടെ ഉദയം. 2006-ൽ കോഴിക്കോട് നടന്ന യോഗത്തിലാണ് 3 സംഘടനകളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരാനുള്ള തീരുമാനമുണ്ടാകുന്നത്. 2007 ഫെബ്രുവരി 16-ന് ബംഗളൂരുവിൽ നടന്ന എംപവർ ഇന്ത്യ കോൺഫറൻസ് എന്ന് പേരിട്ട റാലിയിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന സംഘടന ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടു. കേരളത്തിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ സാന്നിധ്യം മറ്റ് സംസ്ഥാനത്തേക്കാൾ മുകളിലാണ്. കൊലപാതകം, കലാപം, ഭീഷണിപ്പെടുത്തൽ, തീവ്രവാദ സംഘടനകളുമായുള്ള ബന്ധം എന്നിവ കേരളത്തിൽ സംഘടനയ്ക്ക് നേരെ ആരോപിക്കപ്പെടുന്നുണ്ട്. 2012-ൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കെ കേരള സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചത് PFI സിമിയുടെ മറ്റൊരു പതിപ്പാണ് എന്നാണ്. PFI പ്രവർത്തകർ 27 കൊലപാതക കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും കൂടുതലും CPM RSS പ്രവർത്തകരാണ് കൊല്ലപ്പെട്ടതെന്നുമായിരുന്നു സർക്കാരിന്റെ സത്യവാങ്മൂലം. കേരളത്തിൽ ഉൾപ്പെടെ ഇവരുടെ അധികാരം വർദ്ധിപ്പിച്ചപ്പോഴാണ് ഇവരെ കേന്ദ്ര സർക്കാർ നിരോധിച്ചത്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.